അതെ, എപ്പോഴും ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാവുന്ന ഒരു പ്ലേറ്റ് അങ്ങനെ കാണാറ്. പക്ഷെ ഇന്നും വിഭവങ്ങൾ കുറവാണ്. ചോറും ചെറുപയർ ഉപ്പേരിയും മീൻ പൊരിച്ചതും അച്ചാറും മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും കറി വെക്കാനില്ലാഞ്ഞിട്ടും കാര്യങ്ങളൊന്നും ആയിരിക്കുന്നു. അതൊന്നുമല്ല. ഉമ്മ വന്നിട്ടുണ്ടായിരുന്നു. ഉമ്മ വന്ന് പോകുന്നതിൻ്റെ ഉള്ളിലായിട്ട് ഉമ്മക്ക് പറ്റാവുന്നിടത്തോളം പണികൾ ഉമ്മ ചെയ്തു. അടുക്കള ഒന്നായിട്ട് നാറിക്കിടക്കുകയായിരുന്നു. പാത്രങ്ങളൊക്കെ കഴുകി തല നന്നാക്കി, ചോറ് വെച്ചു, പയറുപ്പേരി വെച്ചു, മീൻ വറുത്തു. ഇത്രയൊക്കെയുള്ള സമയം ഉമ്മക്ക് കിട്ടിയിട്ടുള്ളായിരുന്നു. എനിക്ക് ചെറിയൊരു വയ്യായി ഉണ്ട്, അതുകൊണ്ട്. കൂടെ വീട്ടിൽ നിന്ന് വരുന്ന സമയത്ത് ഏത് ചിക്കൻ കറിൻ്റെ ബാക്കിയാണ്. അവിടെ ചോറുണ്ട്. അങ്ങനെ അങ്ങോട്ട് കിടത്താം. എൻ്റെ അമ്മ കൊണ്ടുവന്ന ചോറുണ്ട്. ചോറിൽ പൊരിച്ച അയിലയുണ്ട്. ഇതിൽ വേറെ ഒരു മീനുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഉണ്ട്. ഉമ്മക്ക് അവിടെ ചോറ് കൊണ്ടുവരികയും ചെയ്തിട്ട്, എന്നിട്ടും ഇവിടെ അമ്മനെ കൊണ്ട് പറ്റുന്നിടത്തോളം അമ്മ ചെയ്ത് വെച്ച് പോയതാണ്. അപ്പോൾ ഉള്ള ഓണം പോലെയൊന്നും കേട്ടില്ലേ, അതാണ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം എങ്ങനെ നിന്നാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചെറുപയറുപ്പേരും ഒരു മീൻ പൊരിച്ചതും, ഒരു മീൻ പൊരിച്ചല്ല കേട്ടോ, ഒരുപാട് മീൻ പൊരിച്ചതുണ്ട്. ചോറും അമ്മ എന്ന് പറയുന്നത് ആ വല്ലാത്തൊരു സംഭവം തന്നെയല്ലേ. അപ്പോൾ ഏതായാലും എന്തൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്യട്ടെ. നല്ല ടേസ്റ്റ് ആട്ടോ ഞാൻ തിന്നാനും. ചോറും പയറും തന്നെ പണ്ടേ സ്കൂളിൽ നിന്ന് കിട്ടുന്ന സമയത്തേ തന്നെ തിന്നാൻ ഭയങ്കര രസമാണ്. തിരക്ക് പോയി. അത് നമ്മുടെ വീട്ടിലുള്ള കൂടെ ആകുമ്പോൾ അതിനെക്കാട്ടും ടേസ്റ്റ് ഉണ്ടാകുന്നില്ല. അപ്പോൾ ഏതായാലും ഞാൻ ഇതൊന്ന് ഫിനിഷ് ചെയ്യട്ടെ.